ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തുണ്ട്, എല്ലാവരും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. കുറച്ചധികം അപ്ഡേറ്റുകളുണ്ട്. NHS റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് വീണ്ടും ഒരു എലക്ഷൻ നമ്മുടെ മുന്നിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ വിഷൻ? എങ്ങനെയായിരിക്കും ഈ വരുന്ന എലക്ഷൻ പോകാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ അറിയാനും മനസ്സിലാക്കാനുമായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സും ഉണ്ട്. തീർച്ചയായിട്ടും ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യാം. സ്വാഗതം എല്ലാവർക്കും. യെസ് ഗായ്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഏപ്രിൽ മാസം, മാർച്ച് ഏപ്രിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ മാറുന്ന മാസങ്ങളാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഈസ്റ്ററിന് ശേഷം, അതായത് നാളെ, ഒരു പക്ഷേ നാളെ പുതിയ അനൗൺസ്മെൻറ്റുകളോ അപ്ഡേറ്റുകളോ നാളെയോ ഈ വീക്കോ ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിലായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ, അതായത് നമ്മുടെ ക്രിസ്റ്റാമറിൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്ററിന് ശേഷമായിരിക്കും പുതിയ അപ്ഡേറ്റുകൾ കാര്യങ്ങളെല്ലാം വരിക എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചെറിയ ചെറിയ അപ്ഡേറ്റുകളും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലേ. സോ ഗായ്സ്, നമുക്ക് പോവാം നമ്മുടെ എലക്ഷനിലേക്ക്. അതായത് 2024 ഇലക്ഷന് ശേഷം 2025 ലോക്കൽ ഇലക്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ കൗൺസിൽ ഇലക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇലക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ നമുക്കെല്ലാവർക്കും തന്നെ അറിയാമല്ലോ, വോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെല്ലാവരും വോട്ട് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ഷന് നമ്മൾ ചെയ്യണം. കാരണം വോട്ട് ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളെല്ലാം വർദ്ധിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കും ഇവിടെയുള്ള പ്രതിനിധികളെ സെലക്ട് ചെയ്യാം അല്ലേ. സോ ഇതിനു മുമ്പ്, അതായത് 2024 ഇലക്ഷന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ അനേകം വീഡിയോ നിങ്ങൾ മുന്നിലോട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ പാർട്ടിയുടെ മാനിഫെസ്റ്റോ എടുത്തു പറഞ്ഞിട്ട് ഞാൻ കൺസർവേറ്റീവ് പാർട്ടിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു പാർട്ടി ഓൾറെഡി കുറേ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് പുതിയ നിയമങ്ങളൊന്നും അവർ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മൾ കൺസർവേറ്റീവ് പാർട്ടിയെ ചൂസ് ചെയ്തത്. പിന്നെ നമ്മളെല്ലാവരും, ജനങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്ത് ലേബർ പാർട്ടിയാണ്. വലിയ ലാൻഡ് സ്ലൈഡ് വിക്ടറി തന്നെ ലേബർ പാർട്ടി കിട്ടി. ചരിത്ര വിജയമൊക്കെയാണ് കൊണ്ടുവന്നത്. അത് കണ്ട് നമുക്കറിയാലോ, ഫസ്റ്റ് കുറച്ച് മാസം, ഒരു 6-7 മാസത്തേക്ക് പുതിയ നിയമങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ, ഇതിപ്പോൾ കേരള വർക്കേഴ്സൊക്കെ ഒരു പണി കിട്ടിയ പോലെ 12.82 എന്നുള്ള സാലറി ത്രഷോൾഡ് കൊണ്ടുവന്ന പോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന നിയമമാണ് ഇന്നോ നാളെയായിട്ട് വരാനിരിക്കുന്നത്. അതിനകത്ത് വളരെ ഈ പറഞ്ഞ ന്യൂസുകളിൻ്റെയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റുകളൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ നിയമങ്ങൾ അല്ലേ. അപ്പോൾ ഇപ്പോൾ ലേബർ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ ഒരു ഇലക്ഷൻ കറൻ്റ്ലി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ലേബർ പാർട്ടി അമ്പേ പൊട്ടി പാളീസാവും എന്നാണ് റിപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ പാർട്ടിയെ ജനം അധികാരത്തിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ഈ ഇമിഗ്രേഷനെയാണ് മുൻനിർത്തി ഇല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച് ഇവർ വോട്ട് മേടിച്ച് പോക്കറ്റിലിട്ടത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇമിഗ്രേഷൻ നയങ്ങൾ കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവന്നത് മാത്രമാണ്, ലേബർ പാർട്ടി ഒന്നും കൊണ്ടുവന്നില്ല. 1, 2, ലേബർ പാർട്ടി വന്നപ്പോൾ ഒരു കാര്യം വളരെ നല്ല രീതിയിൽ കൂടി. അതായത് ഈ പറഞ്ഞ ചാനൽ ക്രോസിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് 18,000-ഓളം ആൾക്കാർ വന്നു, ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു, ഇല്ലെങ്കിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുമല്ല, ഈ നുഴഞ്ഞു കയറുന്നവർ നമുക്കറിയാലോ ഡീപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി ചെയ്യുന്നത് വളരെ കുറച്ച് ചെയ്തത്. ഇവർ 10-24,000 ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ ഇരട്ടി ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയൊരു കൗതുകപരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതിനൊരു കൺട്രോൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ജനറൽ ഈ നോർമൽ ഈ പറഞ്ഞ എന്താ പറയുക, നമ്മുടെ ഈ കൗൺസിൽ ഇലക്ഷൻസ് ഇതിലെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് മെയിൻ ഒരു കാര്യം. അതുമല്ല, നമുക്കറിയാം ഈ പറഞ്ഞ റിഫോം പാർട്ടിയുടെ ഇപ്പോൾ ഉള്ള ഒരു സ്ഥിതി നമുക്കറിയാം. ജനറൽ ഇലക്ഷന് മുമ്പ് വളരെ പെട്ടെന്നായിരുന്നു റിഫോം പാർട്ടിയുടെ ഒരു വളർച്ച ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ ആക്കം കൂട്ടുന്ന രീതിക്ക് ഇപ്പോൾ അമേരിക്കൻ ട്രംപ് വന്നതും അതേപോലെ തന്നെ ഇലോൺ മസ്കിൻ്റെ പല ഫണ്ടിങ്ങും പരിപാടികളും കാര്യങ്ങളെല്ലാം റിഫോം പാർട്ടിക്ക് നല്ല കൈയഴിഞ്ഞ് സഹായങ്ങൾ വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു ചിന്ത, അതായത് ഒരു മാറ്റി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, വളരെ വലിയ രീതിയിൽ തന്നെ അത് പ്രകടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നുഴഞ്ഞു കയറുന്നതും അതുമാത്രമല്ല, ഈ കാര്യങ്ങൾ ഉണ്ടായ കേസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെല്ലാം ഒരു വിഭാഗം ജനങ്ങൾ അതിനെ മാറി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഒരു വിഭാഗം മാത്രമല്ല, ലേബർ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന ആ ഒരു വിഭാഗം അടക്കം
ഇങ്ങ് റിഫോം പാർട്ടിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളൊരു പച്ചയായ യാഥാർത്ഥ്യം ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇവിടെ യു പോളിൻ്റെയും ഇല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് ഇല്ലെങ്കിൽ പോൾ അനുസരിച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കം നമ്മുടെ റിഫോം പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു ന്യൂസ് അനുസരിച്ചിട്ട് MRP പോൾ അനുസരിച്ചിട്ട് റിഫോം പാർട്ടി 180ഓളം സീറ്റുകൾ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സീറ്റുകൾ നേടും എന്നാണ്. പ്ലസ് 175 അതായത് കഴിഞ്ഞ ഇതേപോലെ തന്നെ ഈ ലോക്കൽ ഇലക്ഷൻ അല്ലെങ്കിൽ ഈ കൗൺസിൽ ഇലക്ഷൻ വെറും 5 സീറ്റ് ഉണ്ടായിരുന്ന റിഫോം പാർട്ടി ഇവിടെ 175 സീറ്റ് വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ നമ്മുടെ ലേബർ പാർട്ടിയുടെ ഇപ്പോഴത്തെ പോൾ അനുസരിച്ച് വെറും 165 സീറ്റാണ് അവർ കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അതായത് -246 സീറ്റ് അവരുടെ പോവും എന്നാണ് പറയുന്നത്. അതായത് വലിയൊരു എന്താ പറയുക, ഈ സീറ്റുകളും കാര്യങ്ങളും റിഫോം പാർട്ടിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളതാണ് അറിയുന്നത്. അതുപോലെ കൺസർവേറ്റീവ് പാർട്ടി കുറച്ചും കൂടി നില മെച്ചപ്പെടുത്തും എന്ന് മാത്രമേ ഉള്ളൂ. പ്ലസ് 44 സീറ്റ് എക്സ്ട്രാ പിടിച്ചെടുക്കും എന്ന് പറയുന്നുണ്ട്. മറ്റ് പാർട്ടികളും അതോടൊപ്പമായിട്ട് കുറവും കൂടുതലുമായിട്ടുള്ള എന്താണ് ഒപ്പീനിയൻ പോളിൽ വ്യത്യാസം കാണുന്നുണ്ട്. എന്നാൽ റിഫോം പാർട്ടി ഇവിടെ ഒപ്പീനിയൻ പോളിന്റെ പ്രശസ്തി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒപ്പീനിയൻ പോൾസ് പറയുന്നത് പക്കയായിരിക്കും, അച്ചട്ടായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഇലക്ഷൻ നടക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും റിഫോം പാർട്ടി അടിച്ചുകൊണ്ട് പോകും എന്നുറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇലക്ഷന് മുമ്പായിട്ട് എന്തുകൊണ്ട് ഈ പറഞ്ഞ നിയമമാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമമാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു, ഈസ്റ്ററിന് ശേഷം എന്തുകൊണ്ട് കൊണ്ടുവരാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ മുഖ്യം ബിഗിലേ അല്ലെങ്കിൽ അടിവേര് പോവും എന്ന് എല്ലാ പാർട്ടികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും അതിൻ്റെതായിട്ടുള്ള സമയത്ത് ചില ഈ പരിപാടികളൊക്കെ ചെയ്യും എന്നുറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേബർ പാർട്ടി കുറച്ച് നല്ല രീതിയിലുള്ള നിയമമാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് നല്ല രീതിയിലുള്ള നിയമമാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് വീണ്ടും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ പോവും. വീണ്ടും ലേബറിൽ നിന്ന് ഒരുപാട് പേര് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ലേബർ പാർട്ടി. ഓക്കെ, സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കുറച്ച് കടുത്ത നിയമങ്ങൾ. ഇനിയിപ്പോൾ ഇവർ കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 180 സീറ്റിൽ നിന്ന് ഈ ഇപ്പോൾ റിഫോമിന് കിട്ടുന്ന സീറ്റിൽ നിന്ന് വീണ്ടും അവർക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ ഇല്ലെങ്കിൽ കുറച്ചും കൂടി സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കൂടുതൽ കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. നമുക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ നമ്മുടെ നെഞ്ചത്തട്ടാണല്ലോ വരുന്നത് എന്ന് മാത്രമാണ് നമുക്കൊരു വിഷമമുള്ളൂ, ബാക്കി ഒരു വിഷമമില്ല. എന്ത് പറയാനാ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനിൽ എന്താണ്, റിഫോം പാർട്ടി വരണോ, ലേബർ പാർട്ടി വരണോ, ഇനിയിപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി വരണോ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ മലയാളികളുടെ ഒരു ചിന്താഗതി, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ മലയാളി സമൂഹത്തിൽ തന്നെ ഉണ്ട്. വലിയൊരു ഭൂരിപക്ഷം മലയാളി സമൂഹം റിഫോം പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്നൊക്കെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് വാട്സപ്പിൽ കുറേ മെസ്സേജ്, ചേട്ടാ റിഫോം പാർട്ടിക്ക് വോട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചെയ്തോ എല്ലാവരും ചെയ്തോ. അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലേബർ പാർട്ടി കൊണ്ടുവരുന്ന നിയമം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നമുക്ക് റിഫോം പാർട്ടി ഇനി എന്ത് കൊണ്ടുവരാം, എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ കടുത്ത വെട്ടിനാണ് അവന്മാർ കാത്തിരിക്കുന്നത് എന്ന് 100% ഉറപ്പാണ്. കാരണം ഇപ്പം ഇത്രയധികം ഇവിടെ മൈഗ്രൻസ് കയറി വന്നു, ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും. അത് ഇവിടുത്തെ ഒരു യുവാൻ ജനങ്ങൾക്ക് ഒരു എന്താ പറയുക ഇഷ്ടക്കേടുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ എത്ര ഇല്ലയെന്ന് പറഞ്ഞാൽ പോലും അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ റിഫോം പാർട്ടിയെ വളരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു വലിയൊരു റാലികളും കാര്യങ്ങളും ഈ പറഞ്ഞ ആൻറ്റി ഇമിഗ്രൻറ്റ് ഇല്ലെങ്കിൽ പറഞ്ഞ ആൻറ്റി ഇല്ലീഗൽ ഇമിഗ്രൻറ്റ് എങ്ങനെ വേണമെങ്കിൽ പറയാം, അത് ആർക്ക് വേണമെങ്കിൽ. പക്ഷേ പല പോസ്റ്റേഴ്സും ഞാനും പണ്ട് രീതിയിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക കുടിയേറ്റ വിരുദ്ധ ഒരു ചിന്താഗതി. അതിപ്പോൾ എല്ലാ രാജ്യത്തിലും ഉണ്ട്, UK മാത്രമല്ല, യൂറോപ്പിൽ കാണാം, US കാണാം, കാനഡയിൽ കാണാം, ഓസ്ട്രേലിയയിൽ കാണാം, അയർലൻഡിൽ എല്ലാവിടെയും കാണാൻ പറ്റും കുടിയേറ്റ വിരുദ്ധ ചിന്താഗതി വളരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ഇങ്ങോട്ട് കയറി വന്നവർ പിന്നെ അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതേപോലെ നമ്മുടെ ബംഗ്ലാദേശിൽ നിന്ന് അവിടെ നിന്നൊക്കെ പണിക്ക് വന്നവർ നമ്മളെ അടിച്ചു നിർത്തി അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചാരെങ്കിലും പ്രതികരിക്കൂലേ. സോ ആ സിറ്റുവേഷനാണ് ഇങ്ങേയും വന്നിട്ടിருக்கு. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈസ് ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം തീർച്ചയായിട്ടും ഇലക്ഷനിൽ കാണും. റിഫോം പാർട്ടി നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് തന്നെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, അവർ നല്ല രീതിയിലുള്ള മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള, അതായത് നെറ്റ് സീറോ മൈഗ്രേഷൻ എന്നൊക്കെ രീതിക്കുള്ള ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആര് കാണാൻ, അത് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെ വോട്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ റിഫോം പാർട്ടിക്കാണോ
ലേബർ പാർട്ടിക്കാണോ വോട്ട് ചെയ്യാൻ പോകുന്നത്? താഴത്തെ ഒരു പോൾ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പോളിനകത്ത് നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക. റിഫോം ഓർ എന്താണ് നമ്മുടെ ലേബർ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി. ഓക്കെ, എനിവേ കാണാം. പിന്നെ അതോടൊപ്പം തന്നെ ഗൈസ് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അപ്ഡേറ്റ് ഉണ്ട്. റെക്കോർഡ്, അതായത് മൈഗ്രന്റ് ക്രോസിംഗ് 2025 ഏകദേശം 2025 തുടങ്ങിയിട്ട് ഇത്രയും മാസമായുള്ളൂ 8000 ആൾക്കാർ നുഴഞ്ഞു കയറിയിരിക്കുന്നത് ഗൈസ്. ലീഗലായിട്ട് വന്നവർക്ക് ഒരു ലീഗൽ വിസ കൊടുക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം സാലറി ത്രഷോൾഡ് അങ്ങോട്ട് ഉയർത്തി വെക്കുന്നുണ്ട്. പക്ഷെ ഈ കയറി വരുന്നവരൊക്കെ ഒരു സാലറി ത്രഷോൾഡ് ഇല്ലല്ലോ എന്നുള്ളതാണ് മറ്റൊരു പച്ചയായ യാഥാർത്ഥ്യം. എന്തായാലും കൊള്ളാം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ചെറിയ ബോട്ടുകളിലൂടെ കടന്ന് കയറി വരുന്നവർ. സോ ലീഗൽ മൈഗ്രേഷനിൽ നമുക്കറിയാമല്ലോ കടുത്ത വെട്ടുകളാണ്. ഇപ്പം തന്നെ വിസ റിന്യൂ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ, കെയറേഴ്സ് 12.82 എന്നുള്ള സാലറി വെച്ചപ്പോൾ ഒരുപാട് ആളുകളാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും റിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, ഓൾറെഡി വിസ കിട്ടിയിട്ട് റിന്യൂ ചെയ്യാൻ പറ്റാത്ത, എങ്ങനെ എംപ്ലോയറിന് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 10.61 പെൻസിന്റെ വ്യത്യാസമാണ് അവരെ ചതിച്ചത്. ആ ഒരു ചതി. പക്ഷെ ഇവർക്ക് വരുന്നവർക്ക് നല്ല പുട്ടും കടലയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല അതിനകത്തേക്ക്. ഓക്കെ, പിന്നെ NHS റിക്രൂട്ട്മെന്റിന്റെ കേസ് ഭയങ്കര ഒരു ബാഡ് ന്യൂസ് ആണ് വരുന്നത്. നമുക്കറിയാലോ NHS ഇംഗ്ലണ്ട് അബോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ജോബ് കട്ട് വരും. 30,000 ആദ്യം ജോബ് കട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ അത് 1 ലക്ഷം ജോബ് കട്ടിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഹോസ്പിറ്റൽസ് ഇൻ ഇംഗ്ലണ്ട് കുഡ് ഷെഡ് 1 lakh ജോബ്സ് ഇൻ റെസ്പോൺസ് ടു കോസ്റ്റ് കട്ടിംഗ് ഓർഡേഴ്സ്. അതായത് കോസ്റ്റ് കട്ടിംഗ് ഓർഡേഴ്സിന്റെ പരമായിട്ട് ഏകദേശം 1 ലക്ഷത്തോളം ജോബുകൾ NHS ഇംഗ്ലണ്ട് ഹോസ്പിറ്റൽസ് കട്ട് ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് 2 ആഴ്ച മുമ്പ് വന്ന ന്യൂസാണ്. പക്ഷേ നോർഫോക്ക് ഹോസ്പിറ്റൽ ഏകദേശം ഒരു 500ഓളം ജോബ് കട്ട് ചെയ്യും എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് കട്ടിന്റെ ഭാഗമായിട്ട്. ഓക്കെ, ഗവൺമെന്റിന്റെ കോസ്റ്റ് കട്ടിന്റെ ഭാഗമായിട്ട് ആ ഒരു ഹോസ്പിറ്റൽ ഓൾറെഡി നോർഫോക്കും നോർവിച്ച് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലും ആണ് കേട്ടോ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ന്യൂസാണ്. ഓക്കെ, ഇതിനകത്ത് മലയാളികളുടെ ജോബ് പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ജോബ് കട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 17th ഏപ്രിലിന് വന്ന ന്യൂസാണ്. എനിക്ക് തോന്നുന്നു ആരും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ല, ഇനി അറിയാത്തതുകൊണ്ടായിരിക്കും. ഇനി സെക്കൻഡ്, ബ്രിസ്റ്റോൾ ഹോസ്പിറ്റൽ ട്രസ്റ്റ് ടു ആക്സ് ഹൺഡ്രഡ്സ് ഓഫ് ജോബ്സ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതും 10 ഏപ്രിലിന് വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. ഏകദേശം 211 ജോബുകളോളം കട്ട് ചെയ്യപ്പെടും ഇല്ലെങ്കിൽ ഒഴിവാക്കപ്പെടും എന്നാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കട്ടിന്റെ ഭാഗമായിട്ട് 300ഓളം ജോബുകൾ കേട്ടോ, 300ഓളം ജോബുകളായിരിക്കും ബ്രിസ്റ്റോൾ ഹോസ്പിറ്റൽ ട്രസ്റ്റിന്റെ അണ്ടറിൽ നിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ അതിൽ എത്രത്തോളം മലയാളികൾ ഇതിനകത്ത് പെടും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, സോ ഇതിനകത്ത് ഒരു പച്ചയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് നല്ല രീതിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും എല്ലാം ആണെങ്കിലും ഒരുപാട് റിക്രൂട്ട്മെന്റിന് വേണ്ടി ഫണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫണ്ടുകൾ നമുക്കറിയാം ഒരാളിന്റെ മേലെ 10,000 പൗണ്ടോളം അതിന് മേലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെയുള്ള പലരും വർക്ക് ചെയ്ത ആളുകൾ നമ്മളത് പറഞ്ഞത്. അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കുറേ ആളുകൾ നമുക്കറിയാമല്ലോ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ആർക്കാണ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും NHSന് തന്നെയാണ് ലോസ്. NHSന്റെ പൈസയാണ് പോകുന്നത്. NHS ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയാണ് നഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ NHS അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ് പരിപാടികളൊക്കെ അപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വേറൊരു കേസ് അവർ ചെയ്യുന്നുണ്ട്, അതായത് ഫ്രീ എഡ്യൂക്കേഷൻ. അതായത് കുറേ യൂണിവേഴ്സിറ്റികൾ ഫ്രീ ആയിട്ട് നഴ്സിംഗ് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അതൊരു ലിമിറ്റേ ഉള്ളൂ. അതല്ലാതെ തന്നെ നഴ്സിംഗ് പഠിക്കാനായിട്ട്, അതായത് ഫ്രീ കിട്ടാത്തവർ പലരും നഴ്സിംഗ് പഠിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഗവൺമെന്റ് ഒരു നഷ്ടമില്ല. കാരണം വെച്ചാൽ ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, അവർ പഠിച്ചു കഴിഞ്ഞാൽ കമ്പൾസറി ആയിട്ട് NHS ഹോസ്പിറ്റൽ വർക്ക് ചെയ്യണം. മറ്റൊന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നു. പൈസ മുന്നേ ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നാട്ടിൽ നിന്ന് നേഴ്സസ് റിക്രൂട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പൈസ ഇട്ടിട്ട് ചെയ്യും. അതിപ്പോൾ നേരെ തിരിച്ച് പൈസ ഇങ്ങോട്ട് മേടിച്ച് ഫ്രീ ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞാലും ഗവൺമെന്റ് ഇനി അതിൻ്റെ ഒരു ഐഡിയയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ ഒരു വക്രബുദ്ധിയിൽ അങ്ങനെ തോന്നി വരുന്നു. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, യൂണിവേഴ്സിറ്റിക്ക് പൈസ കിട്ടുന്നു, നിങ്ങളിവിടെ വന്നിട്ട് പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എഴുതി രജിസ്ട്രേഷൻ പിന്നെടുത്ത് ഗവൺമെന്റിന് NHS കയറുന്നു, അവർ നിങ്ങൾക്ക് വിസ തരുന്നു. വിസ തരാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ചിലപ്പോൾ പൈസ എടുക്കും. ബാക്കി കൊണ്ടുവരേണ്ട, നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കാനോ അതിന് വേണ്ട പരിപാടികൾക്കോ ഒന്നും പൈസ വേണ്ട, കൊടുക്കണ്ട. ഗവൺമെന്റിന് ശരിക്കും ലാഭമായി പോയി.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ സമയം ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ, ഫ്രീ എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇതേപോലുള്ള നേഴ്സിംഗ് കോഴ്സസിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ഗവൺമെൻറ് നോക്കുക എന്നുള്ളതാണ് തോന്നുന്നത്. ഇതുവരെ പുതിയ റിക്രൂട്ട്മെൻറ്റിൻ്റെ, അതായത് ഔട്ട്സൈഡ് കൺട്രി റിക്രൂട്ട്മെൻറ്റിൻ്റെ കേസുകളും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പറയുന്നില്ല എവിടെയും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സംശയിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ വന്ന് പഠിച്ചു കഴിയുന്നവർക്ക് കുറേ ആളുകൾക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയും ഒരു പച്ചയ സത്യം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തായാലും ആകെ മൊത്തത്തിൽ ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ അവസ്ഥയല്ല ഒരു രാജ്യത്തിലേക്കും. US-ലും കാനഡയും ഓസ്ട്രേലിയയും യൂറോപ്പിലും UK-യിലേക്കും എവിടേക്കും മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു എന്താ പറയുക, നമുക്കൊരു 2-3-4 വർഷം മുമ്പ് നമുക്കുണ്ടായിരുന്ന ആ ഒരു ഫ്രീഡോ ഇല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ള ഒരു വിസ സിസ്റ്റമോ അല്ല, ഇമിഗ്രേഷൻ സിസ്റ്റമോ അല്ല, എൻറ്റയർലി മാറ്റിയിരിക്കുന്നു. അതിന് ഒരുപാട് ആളുകളുടെ കരങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോയ്ക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകുക. സോ ലേബർ പാർട്ടി ജയിക്കുമോ, കൺസർവേറ്റീവ് പാർട്ടി ജയിക്കുമോ, അതോ റിഫോം പാർട്ടി ജയിക്കുമോ? കമന്റ് ബിലോ. കാണാൻ ബൈ.